എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാര്യമായിട്ട് വർത്തമാനം പറഞ്ഞതാണ്. എന്തോ കാരണം കൊണ്ട് ആ ഓഡിയോ ഡിലീറ്റായി. ഇപ്പം എന്താ ഞാൻ പറയണ വെച്ചാൽ ഞാൻ അന്ന് ശനിയാഴ്ച എറണാകുളം പോവുകയാണ്. എറണാകുളത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്കതുപോലെ ഇരിഞ്ഞാലക്കുട ഇറങ്ങിയിട്ട് കൊടകര, കാരൂർ, പിന്നെ അതുപോലെ തൃശ്ശൂരൊക്കെ പോയിട്ട് തിരിച്ച് പാലക്കാട് എത്തണം. അച്ഛന് കുറച്ച് സുഖമില്ലായ്മ ഉണ്ട്. എന്നാലും ഒന്ന് വേഗം ക്വിക്കായിട്ട് പോയി വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് കാണാം. ഈ പോയതിൻ്റെയൊക്കെ ഒരു 2 ഡേ ട്രിപ്പിൻ്റെ. ഓക്കെ, അങ്ങനെ ഞാൻ എറണാകുളത്തേക്ക് വന്ദേ ഭാരതിലാണ് കേട്ടോ പോയത്. ഇത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനാണ്. ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്ത് വരെ പോണ വന്ദേ ഭാരതാണിത്. മഴയൊക്കെ ആയതുകൊണ്ട് ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ കാര്യമായിട്ടൊന്നും ലേറ്റ് ആയില്ല. ഒരു 10 മിനിറ്റിൻ്റെ ലേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ട്രെയിൻ എത്തി. ലഞ്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ബുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നാലും ഇനിയിപ്പോൾ കൊച്ചിയിൽ ഇറങ്ങിയിട്ട് എടപ്പള്ളി വീടെത്തണ വരെ ലേറ്റ് ആവുമോ, ട്രാഫിക് ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ബുക്ക് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ബുക്ക് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തന്നെ തോന്നി. വണ്ടിയിൽ കയറി ഉടനെ തന്നെ അവർ ലഞ്ച് തന്നു. ഒരു 11:30 ആകുമ്പോൾ. വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കഴിക്കാമെന്ന് പറഞ്ഞ് തുടങ്ങി കഴിക്കാൻ. ഇതൊക്കെയായിരുന്നു. ഒരു ദാൽ റൈസും പിന്നെ ഒരു ക്യാബേജിൻ്റെ മെഴുക്ക് വരട്ടിയത്, പിന്നെ ഒരു പനീർ കറി, ചപ്പാത്തി, കേർഡും ഐസ്ക്രീം ഞാൻ കഴിച്ചില്ല. വളരെ ആവറേജ് ഫുഡായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത്ര നല്ല ഫുഡായിരുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഞാൻ വന്ദേ ഭാരത് തുടങ്ങിയ സമയത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂർ വരെ വരികയായിരുന്നു പണ്ട്. ട്രിവാൻഡ്രം എപ്പോൾ പോകുമ്പോഴും ഞാൻ വന്ദേ ഭാരതിലാണ് തിരിച്ചു വരിക. അപ്പോൾ ആ സമയത്തൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും നല്ല ഇടിയപ്പം, കേസരി, വട, നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് തന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അത്ര നല്ല ഭക്ഷണമൊന്നും ആയിരുന്നില്ല. എന്നാലും സാരമില്ല. അങ്ങനെ പുറം കാഴ്ചകളൊക്കെ കണ്ടിട്ട് മഴക്കാലമായതുകൊണ്ട് ഫുൾ എല്ലാം നല്ല ഗ്രീനറി ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. കാരണം ഈ ജൂൺ ജൂലൈയിലൊന്നും ഞാൻ അങ്ങനെ അധികം നാട്ടിൽ വന്നിട്ടില്ല. കുറേ നാളിന് ശേഷമാണ് വരണത്. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ച് പ്രായമാവും തോറും കൂടുതലും നാടിനോടുള്ളൊരു കണക്ഷനൊക്കെ കൂടി വരിക. ഞാൻ ബോംബെയിലൊക്കെ ആകുമ്പോൾ എനിക്ക് പണ്ട് നാട്ടിലേക്ക് വരികയെന്നൊന്നും പറഞ്ഞാൽ അത്ര ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. നാട്ടിലേക്ക് വരാൻ ഭയങ്കര താല്പര്യം. അങ്ങനെ കൊച്ചിയിലെത്തി, എടപ്പള്ളി വീട്ടിലെത്തി. പലതും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് എല്ലാവരെയും കണ്ടിട്ട് വൈകുന്നേരം തന്നെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ കൂടെ ഞങ്ങളൊന്ന് കറങ്ങാനിറങ്ങി. അങ്ങനെ ഞങ്ങൾ മെട്രോ എടുത്തിട്ട് നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ അവിടെയുള്ള ഒരു കടയാണത്, ചാരിയറ്റ് എന്ന് പറഞ്ഞൊരു കഫേയാണ് കേട്ടോ. അവിടെ നല്ലൊരു അടിപൊളി പഴംപൊരിയും പിന്നെ അതുപോലെ സ്പ്രിംഗ് റോളൊക്കെ കഴിച്ച് പിന്നെ അവിടുന്ന് ഞങ്ങൾ എന്താ പറയുക, ഹൈക്കോർട്ടിൻ്റെ അവിടെ തന്നെ വാട്ടർ മെട്രോ ഉണ്ട്, കൊച്ചി വാട്ടർ മെട്രോയിൽ ഞങ്ങൾ ചിറ്റൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക്. ഈ ചിറ്റൂരിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടം വരെ ഉള്ളൂ, തിരിച്ച് ബോട്ടില്ല. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്നാണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനെന്തായാലും അവിടെ പോയിട്ടില്ല. ഒരു 25-30 മിനിറ്റ്സ് വാട്ടർ ബോട്ടിൽ യാത്രയുണ്ട്. നല്ല അടിപൊളി ബാക്ക് വാട്ടേഴ്സൊക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു. വേറെ ഒന്നും ഇങ്ങനെ ചിന്തിക്കാണ്ട് ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയറാണത്, നല്ല അടിപൊളിയാണ്. പിന്നെ ഇത് ഓടിക്കണവരാണെന്നുണ്ടെങ്കിലും നല്ല യങ് ആയിട്ടുള്ള, നല്ല എന്താ പറയുക, എനർജറ്റിക് ആയിട്ടുള്ള ചെറുപ്പക്കാരെന്ന് തന്നെ പറയാം. നല്ല വെൽ ബിഹേവ്ഡ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു അവരുടെ ആ ഒരു കൈൻഡ് ഓഫ് ബിഹേവിയർ. നമ്മൾ ചോദിക്കണേനൊക്കെ അവർ കറക്റ്റായിട്ട്. കാരണം ഞങ്ങൾ ചിറ്റൂർക്ക് ശരിക്കും ഒരു 2 പേരെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. അപ്പോൾ നമുക്കൊരു ടെൻഷനായിരുന്നു, നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും അവർ റെഡിയാണ് നമ്മളെ കൊണ്ടുപോകാൻ. അങ്ങനെയൊന്നുമില്ല. അത് പോകുന്നുണ്ടെങ്കിൽ ഒരാളുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകും. അങ്ങനെയാണ്. ഒരു 4 പേരുണ്ടായിരുന്നു. ഇത് ശരിക്കും നമുക്ക് പുറത്ത് എന്ത് ഭംഗിയാണ് കാണാൻ. ഒരു മഴക്കാലം കൂടി ആയതുകൊണ്ടേ കുറച്ചും കൂടി നല്ല ഭംഗി. എന്താ പറയുക, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും നാട്ടിൽ കുറേ നാളിന് ശേഷമാണ് ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നത്. ഈവൻ കൊച്ചിയിലൊക്കെ കുറേ നാളായി വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നമ്മൾ എന്താ പറയുക, ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി. ഒന്ന് ചിറ്റൂർ അമ്പലം ഉണ്ട് അവിടെ, ഒന്ന് ജസ്റ്റ് പുറത്തുനിന്ന് തൊഴുതിട്ട് അവിടെ ഞങ്ങൾ ഊബർ കാത്തിരിക്കുകയായിരുന്നു പച്ചാളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പം ഞങ്ങൾ അവിടുന്ന് എന്ത് ചെയ്തു, ഒരു അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ, അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഒരു ചായയും ഒരു ബജ്ജിയും ഒക്കെ കഴിച്ചിട്ട് പിന്നെ പച്ചാളം എന്ന് പറഞ്ഞാൽ പച്ചാളം ഭാസിയാണ് ഓർമ്മ വരിക അല്ലേ, നമ്മുടെ ജഗതി ചേട്ടൻ്റെ ക്യാരക്ടർ. എനിക്കത് ഓർമ്മ വന്ന്. അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കടയിൽ നിന്ന് ഞങ്ങളൊരു എന്താ പറയുക, ജിഞ്ചർ ലെമൺ സോഡ കുടിച്ചു, ഉപ്പിട്ടിട്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ആ ജിഞ്ചർ ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ നല്ലൊരു എന്താ പറയുക, എനിക്ക് നല്ല കോൾഡ് ഉള്ളതുകൊണ്ട് അതൊരു സുഖമായിരുന്നു. പിന്നെ വീടെത്തി. അന്ന് ഡിന്നർ കഴിച്ച് പിറ്റേ ദിവസം എല്ലാവരോടും യാത്ര പറഞ്ഞ് രാവിലത്തെ ട്രെയിനിൽ ഞാൻ ഇരിഞ്ഞാലക്കുടയ്ക്ക് യാത്ര തിരിച്ചു കേട്ടോ. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇരിഞ്ഞാലക്കുട അടുത്ത് കൊടകര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, അവിടെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. ശരിക്കും പറഞ്ഞാൽ അമ്മയും അച്ഛനും അവർ ബോംബെയിലായിരുന്നു ഒരുപാട് നാൾ. കുറേ ഒരു 2010 അവർ വീടൊക്കെ വെച്ചിട്ട് നാട്ടിൽ ആയിരുന്നു. അപ്പോൾ അച്ഛൻ കഴിഞ്ഞ ഡിസംബറിലാണ് മരിച്ചത്. അതിനുശേഷം ആ വീട്ടിൽ ഒരു ജാനുവരി തൊട്ടിട്ട് ആരും ഇല്ല. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അമ്മ ഇപ്പോൾ തൽക്കാലം ഞങ്ങളുടെ കൂടെയാണ്.
അപ്പോൾ എനിക്ക് ആ വീട്ടിലൊന്ന് പോകണം എന്നുണ്ടായിരുന്നു. കാരണം വീടിങ്ങനെ മാസത്തിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ ഞാൻ അടിച്ച് തുടയ്ക്കും എന്നല്ലാണ്ട് അങ്ങനെ ആരും യാത്രയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ട്രെയിനിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നല്ല ചെറുപ്പമുള്ള നല്ല യങ് ആയിട്ടുള്ള പെൺകുട്ടികളുണ്ടായിരുന്നു അവിടെ. എനിക്ക് അവരെ കണ്ടപ്പോൾ ശരിക്കും എൻ്റെ കോളേജൊക്കെ ഓർമ്മ വന്ന്. അപ്പോൾ അവരെന്നോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു. നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികൾ. അപ്പോൾ അതിനുശേഷം ഇത് ഇരിഞ്ഞാലക്കുട സ്റ്റേഷനാണ് കേട്ടോ. ഇത് രസമല്ലേ, പുറത്തൊക്കെ നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ പാലരുവി എക്സ്പ്രസ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്, ട്യൂട്ടിക്കോറിൻ പാലക്കാട് പോണ വണ്ടി. അവിടുന്ന് എനിക്കൊരു ക്യാബ് ഉണ്ടായിരുന്നു, പിന്നെ അതിന് ശേഷമൊക്കെ ക്യാബിലായിരുന്നു. ഇതാണ് വീട്. അപ്പം വീട്ടിലേക്ക് ഞാൻ ജസ്റ്റ് ഗേറ്റ് തുറന്നപ്പോൾ തന്നെ അവിടെ 2 മയിലുകളാണ് എന്നെ വരവേൽക്കാനുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തൊരു രസമായിരുന്നു അറിയാം അത് കാണാൻ. പിന്നെ എനിക്ക് വേറെ ഒന്നും നോക്കാൻ തോന്നുന്നില്ല, ഞാൻ ഈ മയിലിൻ്റെ പിന്നാലെ അതിനെങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു. എവിടെ മയിലേ എവിടെ മയിലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീടിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് തറവാട് വീടും. അപ്പോൾ അവിടുത്തെ ചേട്ടനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും എന്നുള്ളത്. അപ്പം കാരണം എന്നാൽ പിന്നെ കീ ഒക്കെ എടുത്ത് ഒന്ന് തുറന്ന് നോക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടോ അവിടെ നിന്ന് നോക്കണം. എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ടൗണിലാണ് എൻ്റെ വീട്. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും നമുക്ക് അവിടെ കിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നാൽ ഇവിടെ ശരിക്കും ഇങ്ങനെ അൺവൈൻഡ് ചെയ്തിട്ട് നമുക്ക് നമ്മളിലേക്ക് തന്നെ വേറെ ഒന്നും ചിന്തിക്കാണ്ട്, ജോലിയെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒന്നും എടുക്കാണ്ട് ശരിക്കും പറഞ്ഞാൽ വെറുതെ മഴയും കണ്ട് ഇങ്ങനെ ഈ ചെടികളും മരങ്ങളും ആ ഒരു ഗ്രീനറി ഇതൊക്കെ ഇങ്ങനെ കണ്ട് വെറുതെ ഇരിക്കാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാം. പണ്ടൊന്നും ഇത് പറ്റില്ലായിരുന്നു. പണ്ടൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കും, അയ്യോ നാട്ടുമ്പുറത്തൊക്കെ എങ്ങനെയാണ് താമസിക്കുക, അവിടെയൊക്കെ എങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ ശരിക്കും അതാ നമുക്ക് പ്രായമാവുമ്പോൾ കൂടുതൽ ഈ നാട്ടിൻപുറത്തൊക്കെ വരാനും അവിടെ ഒരു കുറച്ച് ദിവസം താമസിക്കണം എന്നുള്ളൊരാഗ്രഹം. കാരണം നല്ല ഒരു ഫ്രഷ് എയറൊക്കെ കിട്ടണമെങ്കിൽ നമുക്കിപ്പോൾ ബോംബെയിലൊന്നും ഇരുന്നാൽ കിട്ടില്ല. അവിടെ കുറേ നമുക്ക് പണം സമ്പാദിക്കാം, ജോലിയായിട്ട് നമ്മൾ ഇരിക്കുന്നു അത്രമാത്രം. പക്ഷെ ശരിക്കും ഒരു ജീവിതം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരണം. ഇതാണ് തറവാട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വീടൊക്കെ ഒന്ന് തുറക്കണം എന്ന് പറഞ്ഞിട്ട് കീ ഒക്കെ എടുത്തിട്ട് വീട് തുറന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. എല്ലാം നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു. സാധനങ്ങളൊക്കെ എവിടെയാണോ അതേ പടിക്ക് തന്നെയാണ്, ഒന്നും ചീത്തയൊന്നും ആയിട്ടില്ല. കുറച്ച് മരങ്ങൾ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ തന്നെ കുറച്ച് പൂപ്പൽ അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഈ ഡസ്റ്റിംഗ് ഒന്നും ചെയ്യാണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ മാത്രം. ചെടികളൊക്കെ കുറേ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ പുല്ലൊക്കെ വന്നിട്ട് അതൊന്നും ആരും നേരാക്കാനൊന്നുമില്ല. വീടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇട്ട് പോയിണ്ടായിരുന്ന അതേ പടിക്ക് അവർ വരും. ജോലിക്കാരി വന്നിട്ട് ഒക്കെ നന്നായിട്ട് അടിച്ച് തുടച്ച് കഴുകും, ബാത്റൂം എല്ലാം വൃത്തിയാക്കും. പിന്നെ അത്യാവശ്യം വന്നാൽ താമസിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈവൻ ബെഡ്ഷീറ്റുകളുണ്ട്, പിന്നെ എന്താ പറയുക അടുക്കളയിലും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിലോ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റൂം. അത് അച്ഛൻ കിടന്നിട്ടുണ്ടായിരുന്ന ബെഡായിരുന്നു. പിന്നെ ഇത് ഒരു എന്താ പറയുക മെയിൻ കിച്ചൺ അപ്പുറത്താണ്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് എങ്ങനെയാണോ അതേ പഠിക്കാൻ എല്ലാം ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒന്നിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ചിന്ത വന്നു, അവിടെ ഒന്ന് താമസിക്കണോ എന്നുള്ളത്. പിന്നെ എന്താ പറഞ്ഞാൽ അന്ന് തന്നെ തിരിച്ചെത്തണം. കാരണം പാലക്കാടാണെങ്കിൽ എൻ്റെ അച്ഛൻ, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സീരിയസ് അല്ലേ, അപ്പം അച്ഛന് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരുമോ, നമുക്ക് ഉള്ളിലൊരു ടെൻഷൻ. അതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം മാറി നിൽക്കലും ബുദ്ധിമുട്ടാണ്. കാരണം എറണാകുളത്ത് പോകുമ്പോൾ തന്നെ എനിക്കൊരു ടെൻഷനായിരുന്നു. കാരണം ഇനിയിപ്പോൾ അച്ഛൻ എന്തെങ്കിലും, കാരണം അന്നത്തെ ദിവസം അച്ഛൻ കുറച്ചൊരു വിയേർഡായിട്ടാണ് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അവിടെ താമസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസാണ് ഇവിടെ താമസിക്കുക എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എപ്പോൾ വന്നാലും ഇവിടെ 2-3 ദിവസം താമസിക്കാറുണ്ട്. പിന്നെ ഞാൻ മോൾ വശമാണ്. അപ്പോൾ അപ്പുറത്ത് കാണുന്നത് ആ പാടം പറമ്പൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എത്ര കണ്ടാലും ഞാൻ പണ്ടൊക്കെ ഈ കോവിഡ് ടൈമിലൊക്കെ ഇവിടെ വന്നിട്ട് കുറേ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും നല്ല രസം അവിടെ ഇരുന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ. ഇങ്ങനെ ഈ കിളികളുടെ ശബ്ദവും ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ മഴക്കാലമാണെന്നുണ്ടെങ്കിൽ പറയണ്ട, അത്ര ഭംഗിയാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് നാടൻ മാങ്ങയും ചക്കയും ഇതൊക്കെ ഇത്ര നല്ല രീതിയിൽ കിട്ടാനൊക്കെ വേറെ സ്ഥലങ്ങൾ കുറവല്ലേ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ അമ്മയുടെ തറവാട്ടിൽ അവിടെയാണെങ്കിലും ആരുമില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് പണ്ട് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ വരുമ്പോഴും ഇവിടെ താമസിക്കാം, നല്ല ഭക്ഷണം, കാരണം പറമ്പിൽ തന്നെ ഉണ്ടാവും പച്ചക്കറികളൊക്കെ, അത് കഴിക്കാം. അപ്പം കുറേ കാര്യങ്ങളിങ്ങനെ ഓർമ്മ വരുമായിരുന്നു എനിക്കിങ്ങനെ ആലോചിച്ചിട്ട്, അയ്യോ ഒന്ന് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ മുകളിലെല്ലാം കണ്ടിട്ട് ഞാൻ കുറച്ചൊരു അരമണിക്കൂർ ഞാൻ വെച്ചു, ഞാൻ എവിടെയും പോകില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെറുതെ ഇരുന്നു. കുറച്ച് നേരം ഇങ്ങനെ കിടന്നിട്ട് ഇനി എന്തായാലും പോകണം. കാരണം ഇനിയും യാത്രയുണ്ട്, അങ്ങനെ കൂടുതൽ നേരം ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് വീടൊക്കെ പൂട്ടിയിട്ട് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്
ഉള്ള യാത്രയാണ്. അപ്പം പിന്നെ എനിക്ക് പോകേണ്ടത് ഇതിപ്പോൾ ഈ കൊടകര കാരൂർ എന്നുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ വീടുള്ളത്. അടുത്ത് തന്നെ അമ്പലമുണ്ട്, ഞങ്ങളുടെ കുറേ റിലേറ്റീവ്സ് എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. പിന്നെ അങ്ങനെ ചേട്ടനോട് യാത്ര പറഞ്ഞിട്ട് പിന്നെ ഞാൻ കാട്ടൂർ എന്നുള്ളൊരു സ്ഥലത്താണ് പോണത്. ഇരിഞ്ഞാലക്കുട അടുത്ത്, തൃപ്രയാർ എന്നൊക്കെ കുറച്ച് അടുത്താണ്. അപ്പോൾ ആദ്യം തൃപ്രയാർ അമ്പലം പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പറ്റാത്തതുകൊണ്ട് പോയില്ല അമ്പലത്തേക്ക്. അങ്ങനെ അവിടുന്ന് കാട്ടൂർ എന്തിനാന്ന് വെച്ചാൽ അവിടെ ഒരു കെസാരോ ക്രീമറി ഉണ്ട്. അവിടെ ഒരു ചീസിൻ്റെ ഒരു എന്താ പറയുക ഒരു കഫേ പോലെ അവർ തുടങ്ങിയിരിക്കുകയാണ്. ഒരു ലേഡി പുറത്തായിരുന്നു, അനു പറഞ്ഞൊരു ലേഡി, അവർ പുറത്തുള്ളവരായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ നല്ല ചീസ് കൊടുക്കണം, നല്ല ആർട്ടിസണൽ ചീസ്, എന്താ പറയുക അതിൽ അഡിറ്റീവ്സ് ഒന്നും ചേർക്കാണ്ട് പ്യുവറായിട്ടുള്ള ചീസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അവിടേക്ക് പോവണമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ ഇതാണ് കെസാരോ ക്രീമറി. അവരുടെ മെനു ആണ്, ഒരുപാട് സാധനങ്ങളുണ്ട്. അധികവും നോൺ വെജ് ഐറ്റംസ് ആയിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. ഞാൻ അധികം നോൺ വെജ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് പിന്നെ എനിക്കറിയാം എന്ത് ട്രൈ ചെയ്യണം. കാരണം ഞാൻ മെയിൻലി ചീസ് ട്രൈ ചെയ്യാനാണ് പോയത്. അപ്പോൾ അവരുടെ ഒരു 3 ചീസ് സാമ്പിളർ ഉണ്ട്. അപ്പം എനിക്ക് ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് എന്താണോ അവരുടെ മെയിൻ ആയിട്ടുള്ള. അപ്പോൾ അവർ ശരി എന്നൊരു 3 ചീസ് സാമ്പിളർ ഉണ്ട്, അതിലൊരു ഏജ്ഡ് ചീസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ചീസിൽ ചെറി മോസറെല്ല ഉണ്ട്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ ഈ ഒരു പയ്യൻ പറയാണ്ട് വയ്യ കേട്ടോ, എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കണ ഓരോ ക്വസ്റ്റിനും എനിക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ. കാരണം അതൊരു വലിയ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അനുവിനെ ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനൊക്കെ വ്യക്തമായിട്ട് മറുപടി നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യണവർക്ക് അറിയണ്ടേ. അല്ലാണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ചീസിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ളൊരു മറുപടി അറിയാമെന്നുള്ളത്. കാരണം പലർക്കും ഇപ്പോൾ ഈവൻ ബോംബെയിലാണെങ്കിൽ പോലും പലർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പ്യുവർ ചീസ് എന്താ, പ്യുവർ ചീസ് അത്രമാത്രം, അഡിറ്റീവ്സ് ചേർക്കില്ല, നല്ല എന്താ ആർട്ടിസണൽ ചീസാന്ന് മാത്രം. പക്ഷേ ആ കുട്ടി ശരിക്കും എനിക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. പിന്നെ ഞാൻ ചോദിച്ചു ഏതാണ് അവരുടെ ബെസ്റ്റ് സെല്ലർ, ഏത് ചീസാണ് ഏറ്റവും നല്ലത്. പിന്നെ ചിലതിൽ സോഡിയം കൂടുതലായിരിക്കും, ചിലതിൻ്റെ കാൽഷ്യം, പിന്നെ വൈറ്റമിൻ കെ, അങ്ങനെ എല്ലാ ചീസും ഈ പ്രത്യേകിച്ച് ഏജ്ഡ് ചീസിനൊക്കെ നല്ല ഹെൽത്തിയാണ്, ബോൺ സ്ട്രെങ്ത്തിനും പല കാര്യത്തിനും. നമ്മൾ ഇടയ്ക്ക് കുറച്ച് കഴിക്കണത് നല്ലതാണ്. പിന്നെ ഞാനൊരു വെൽനെസ് കൺസൾട്ടൻറ്റും കൂടി ആയതുകൊണ്ട് എനിക്കിതിൻ്റെ കുറേ ഗുണങ്ങളും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതാണ് ഒരു മെയിൻ റീസൺ ഞാനിവിടെ പോകാൻ കാരണം. പിന്നെ കാട്ടൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ എറണാകുളത്തോ അല്ല, ഇത് ശരിക്കും പറഞ്ഞൊരു നാട്ടിൻപുറത്താണ് ഇങ്ങനൊരു സ്ഥലം. അതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല അടിപൊളി വൈബ് തരുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും കുടിക്കണം തോന്നി. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു മൊയ്ത്തോ ഉണ്ട്, ഗ്രീൻ ആപ്പിളിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മൊയ്ത്തോ തരൂ, ഗ്രീൻ ആപ്പിളിൻ്റെ വിത്തൗട്ട് ഷുഗർ. അങ്ങനെ ഞാൻ മൊയ്ത്തോവും വാങ്ങിയിട്ട് ഞാനിങ്ങനെ എൻ്റെ ആ ഒരു 3 ചീസ് സാമ്പിളറിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നോക്കൂ നല്ല തിരക്കുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു നാട്ടിൻപുറം തന്നെ പറയാം ശരിക്കും, ഇങ്ങനൊരു കഫേ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഒരു ചീസിൻ്റെ ഒരു ഫാക്ടറി, കാരണം അവർക്ക് ഫാക്ടറി ഉണ്ട്, കാരണം അവർ പ്രോസസ്സ് ചെയ്യാൻ എല്ലാത്തിനും. ഇങ്ങനൊരു സ്ഥലം തുടങ്ങിയിട്ട് ഇത് അവരുടെ മെനു ആണ് കേട്ടോ. കൾച്ചേർഡ് ബട്ടർ ഉണ്ട്, പിന്നെ അതുപോലെ ഗോർമെറ്റ് സാമ്പിളേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ അവർക്ക് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്. അധികവും നോൺ വെജ് ഐറ്റംസ് ആണ് അവരുടെ മെനുവിലുള്ളത്. അതുകൊണ്ട് എനിക്ക് അധികമൊന്നും ട്രൈ ചെയ്യാം. പിന്നെ ഒന്നാമത്തെ കാര്യം, ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് ചീസൊന്നും അധികം കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ഹെവി ആയിരിക്കും. ഞാൻ ഓൾറെഡി ഡിസൈഡഡ് ആയിരുന്നു ഇതായിരിക്കും എൻ്റെ ലഞ്ച് എന്നുള്ളത്. ഈ കാണുന്ന മലബാർ ബ്ലാക്ക് എനിക്ക് ഇതവർ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതിൽ മലബാർ ബ്ലാക്ക് ഉണ്ടായിരുന്നു, പിന്നെ ക്രീം ചീസ് വിത്ത് ഗാർലിക് ആൻഡ് ഹെർബ്സ് അത്. പിന്നെ ആ കാണുന്നതാണ് ചിക്കൻ പെപ്പറോണി, പിന്നെ ആ ഒരു ഫ്രഷ് ചീസാണ് ചെറി മോസറെല്ല. പിന്നെ കുറച്ച് നട്ട്സും ബദാം, അങ്ങനെ ബദാമും കാഷ്യൂ, പിന്നെ വിത്ത് സം ക്രാക്കേഴ്സ്, അതിലിങ്ങനെ നമ്മൾ സാൻഡ്വിച്ച് പോലെ വെച്ച് കഴിക്കാൻ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇതെനിക്ക് കഴിക്കാൻ പറ്റുമോ മുഴുവൻ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ചിക്കൻ എനിക്ക് പൊതുവേ റോ ആയിട്ടുള്ളത് അങ്ങനെ ഇഷ്ടമല്ല. ഞാൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കുറച്ച് കഴിക്കുള്ളൂ, വല്ല ചിക്കൻ ഗ്രിൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു കഴിച്ചു നോക്കാം, പറ്റില്ല എന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം, അത്രയല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ ആദ്യം എന്ത് കഴിക്കണം എന്നാൽ ഇതൊരു പൊട്ടൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു, നമ്മുടെ മലബാർ ബ്ലാക്ക് ചീസ്. ഓ മൈ ഗോഡ്, ശരിക്കും എന്താ പറയുക, ഒരു നല്ല കുറച്ച് ഉപ്പ് കൂടുതലാണ്, കാരണം അത് അങ്ങനത്തെ ഒരു ചീസാണ്. പക്ഷേ എന്ത് ടേസ്റ്റായിരുന്നു പറയാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതാണ് വാങ്ങണം എന്ന് ഉണ്ടായിരുന്നത്, വാങ്ങിക്കൊണ്ടു പോകണമെന്ന്. പക്ഷെ അത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അതിന്. എനിക്ക് പൊതുവേ ചീസും ഗീ ബട്ടറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു വീഗൻ ആവാൻ പറ്റില്ല. കാരണം പ്യുവറായിട്ട് എവിടെ നിന്ന് കിട്ടുമോ എന്ന് നോക്കി
പൊതുവെ വാങ്ങണ ഒരാൾ. ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വീഡിയോ ഒന്ന് കട്ടായി. അപ്പം ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പം ഞാൻ എന്താ പറയണത് വെച്ചാൽ, ഞാനിതിങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മുടെ എന്താ പറയുക ചീസ് സ്പ്രെഡ് അവർ തന്നിട്ടുണ്ടായിരുന്നു വിത്ത് ഗാർലിക് ആൻഡ് ഹെർബ്സ് ഒക്കെ ഇട്ടിട്ട്. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലബാർ ബ്ലാക്ക് ചീസ് നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ശരിക്കും ഒരു എന്താ പറയുക ബട്ടർ ചീസ് അതുപോലെ ഘീ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കൊരിക്കലും ഒരു വീഗൻ ആവാൻ പറ്റില്ല. കാരണം എനിക്ക് എൻ്റെ ഫുഡിൽ നല്ല ഫാറ്റ് എനിക്ക് വേണം. കാരണം എനിക്ക് ഘീ ഒക്കെ ഞാൻ ഒരുപാട് യൂസ് ചെയ്യണ ആളാണ്. കാരണം എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയാണ് നെയ്യ് അധികം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ബട്ടർ കഴിക്കാൻ പാടില്ല. നെയ്യൊക്കെ ശരിക്കും നമ്മൾ എല്ലാ ദിവസവും ഉൾപ്പെടുത്തണം. നെയ്യിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. നമുക്കൊരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിലും രാത്രി ശരിക്കും ഒരു സ്പൂൺ നെയ്യ് കഴിച്ച് കടന്നു എന്നുണ്ടെങ്കിൽ നല്ല റിലീഫാണ്. ഞാനിപ്പോൾ ഇത്ര ആധികാരികമായിട്ട് പറയണത് ഞാനൊരു വെൽനസ് കൺസൾട്ടൻറ്റും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നെയ്യ് കഴിക്കാം. ദിവസത്തിൽ ശരിക്കും എല്ലാ ദിവസവും നെയ്യ് കഴിക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഇപ്പോൾ നമ്മൾ ഉപ്പുമാവൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാക്കണതല്ലേ, ഉപ്പുമാവൊക്കെ കൂടുതലും ഒരു കാർബ്സ് അടങ്ങിയ ഭക്ഷണം. അപ്പോൾ ഉപ്പുമാവിലൊക്കെ ശരിക്കും വെളിച്ചെണ്ണ ചെയ്തിട്ടല്ലേ, നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടല്ലേ ഉപ്പുമാവ് ഉണ്ടാക്കുക. ആ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സ്പൂണൊന്ന് നെയ്യിട്ട് നോക്കൂ, നല്ല ടേസ്റ്റ് വേണം, നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ കാളൻ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരിയൊക്കെ നെയ്യിൽ വറുത്തിട്ട് നോക്കുക. നെയ്യ് അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ ഇടയ്ക്ക് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബട്ടറൊക്കെ പക്ഷേ ഇപ്പോൾ ഈ നമ്മൾ വാങ്ങണ ബട്ടറൊക്കെ പ്രോസസ്ഡ് ആണ്. നല്ല ബട്ടറൊക്കെ അത് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എവിടെയെങ്കിലും പോയാലേ കിട്ടുള്ളൂ, നല്ല വെണ്ണ നെയ്യ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മെയിൻ റീസൺ നാട്ടിലിങ്ങനൊരു സംഭവം തുടങ്ങിയപ്പം എനിക്ക് പോകണം, കഴിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഞാൻ ഈ എറണാകുളം ഇതൊക്കെ പോകണ ഒരു സമയം, അപ്പോൾ എനിക്ക് പോരുന്ന വഴിക്ക് പിന്നെ ഈ കാരൂർ കൊടകരയൊക്കെ ഇതിനടുത്താണല്ലോ. അപ്പോൾ എന്തായാലും പോയി ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഇംപ്രസ്ഡായി. അവരുടെ സർവീസ് ആണെങ്കിലും എനിക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എങ്ങനെയൊക്കെയാണ്, പിന്നെ എങ്ങനെ കഴിക്കണം എന്ന് കൂടി എനിക്ക് ആ കുട്ടി പറഞ്ഞു തന്നായിരുന്നു. ഈ ചീസിൻ്റെ കൂടെ ഇത് കഴിക്കണം, അല്ലെങ്കിൽ ആ ബിസ്ക്കറ്റ് അതിങ്ങനെ വെച്ച് കഴിക്കണം. പിന്നെ ചിക്കൻ പെപ്പറോണിയാണ്, അങ്ങനെ ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, വളരെ മൈൽഡായിരിക്കും. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ ചിക്കൻ കഴിക്കാൻ. കാരണം എനിക്ക് റോ ആയിട്ടുള്ള ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരും, എനിക്ക് പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു ബേസിക്കലി ഞാനൊരു വെജിറ്റേറിയൻ. ആ ചിക്കൻ ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കണമെന്നേ ഉള്ളൂ. എനിക്കങ്ങനെ ഇഷ്ടമായിട്ടൊന്നുമല്ല, ബട്ട് ഇടയ്ക്ക് ഗ്രിൽ ചിക്കൻ ഇങ്ങനെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ കഴിക്കും. എനിക്ക് മുട്ട പോലും പൊതുവെ ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പോൾ അതാ ഞാൻ കൂടുതലും ഈ പ്രോട്ടീനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് കഴിക്കുക, ചീസും അങ്ങനെയൊക്കെ. പക്ഷേ അന്ന് ആ ഒരു എന്താ പറയുക ചിക്കൻ പെപ്പറോണി അത് കഴിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഒരു അങ്ങനത്തെ ഒരു ടേസ്റ്റ് തോന്നിയില്ല. എനിക്ക് ഇഷ്ടമായി ആക്ച്വലി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവർ 6 സ്ലൈസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഐ തിങ്ക് ഞാൻ ഒരു സ്ലൈസറ്റേ ബാക്കി വെച്ചിട്ടുള്ളൂ. പിന്നെന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹെവി ആയിരുന്നു. ചീസൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹെവി, അധികം കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ എന്തായാലും എനിക്ക് പോരണ വഴിക്കാണെങ്കിൽ തൃശ്ശൂർ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഉണ്ട്. ആൻറ്റീനെയും കൂടെ പോയി കാണാം. ആൻറ്റി ഇപ്പോൾ തൃശ്ശൂരുള്ള സമയം അല്ലെങ്കിൽ കോയമ്പത്തൂരാവും. അപ്പോൾ ആൻറ്റി നേരത്തെ ചോദിച്ചായിരുന്നു ഊണ് കഴിക്കാനില്ലേ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, കാരണം ഇവിടെ നിന്ന് ഇതൊക്കെ കഴിച്ചിട്ട് ഇനി ഊണ് കഴിക്കാനുള്ളൊരു സിറ്റുവേഷനിലല്ല, കാരണം അത്രയും വയറ് ഫുള്ളായിരുന്നു. അങ്ങനെ ശരിക്കും മനസ്സും വയറും തൃപ്തിയായി എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നാട്ടിലൊന്നും പ്രത്യേകിച്ച് ഇങ്ങനൊരു സ്ഥലത്ത്, ഇതിപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും, ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കൊച്ചിയിലൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ കാണുമല്ലോ, കാലിക്കറ്റൊക്കെ. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു ചീസ് ഫാക്ടറി എന്നുള്ളത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. എല്ലാവരും ഇവിടെ ശരിക്കും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യണം. ആ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ എറണാകുളം സൈഡിലുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യണം. പിന്നെ ഇത് പാലക്കാടുകാരോട് കൂടിയാണ് ഞാൻ പറയണത്. ഞാൻ പാലക്കാട് എനിക്കിവിടെ വരാൻ പറ്റിയോണ്ട് ഞാൻ വന്നതാണ്. നല്ല അടിപൊളി ഒരു സംരംഭമാണ്. ഇതിപ്പം അന്ന് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ 2 ചീസാണ് വാങ്ങിയത്. ഒരു ഗൗഡ ചീസ്, ഇതും എഗെയിൻ ഒരു ഏജ്ഡ് ചീസാണ്. പിന്നെ ഒരു ഫെറ്റ ചീസും, ഇത് രണ്ടും വാങ്ങി. പിന്നെ ബാക്കിയൊക്കെ നമുക്കെല്ലാം, പിന്നെ അവരുടെ പാമസാൻ ഐ തിങ്ക് അവരവിടെ ഉണ്ടാക്കണതല്ല, അത് ഇമ്പോർട്ട് ചെയ്യണതാണെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിയിട്ട് അവിടെ എഴുതിയില്ലേ, ഭക്ഷണം കഴിക്കുന്നവരാണ് മനസ്സുകൊണ്ട് നല്ലതെന്ന്. സത്യമാണ്. ഞാനിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് ശേഷം ഇത് എക്സ്റ്റീരിയർ ആണ് കേട്ടോ, കസാരോ ക്രാഫ്റ്റ് മീറ്റ്. അതിന് ശേഷം ഞാൻ എൻ്റെ ആണ്ടിനെയൊക്കെ കണ്ടിട്ട് തിരിച്ച് പാലക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെയിലായിരുന്നു പുറത്ത്.
പക്ഷേ കുറച്ച് ആലത്തൂരൊക്കെ ഇങ്ങനെ എത്തിയപ്പോൾ വെയിലും ഒപ്പം മഴയും പെയ്യാൻ തുടങ്ങി. നല്ല ചൂടുണ്ടായിരുന്നു, കാരണം 2 ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല മഴയൊന്നും. അങ്ങനെ പാലക്കാട് എത്താറായപ്പോൾ മഴച്ചാറ്റിലൊക്കെ തുടങ്ങി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. 2 ദിവസം, ശരിക്കും പറഞ്ഞാൽ 2 ദിവസമല്ലേ, ഒരു 1.5 ദിവസം പോയതന്നെ അറിഞ്ഞില്ല. സാറ്റർഡേ എറണാകുളമൊക്കെ കറങ്ങി, അങ്ങനെ സൺഡേ അങ്ങനെ മനസ്സ് ശരീരവും ഹാപ്പി ആയിട്ട് അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അങ്ങനെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.